അവരാരും പറഞ്ഞില്ല, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ നിങ്ങൾ എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകി തരാമെന്ന് യേശു ക്രിസ്തു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഹല്ലേലൂയ. അതുപോലെ കർത്താവായ യേശു ക്രിസ്തു നല്ല ദൈവമായി ഈ ലോകത്തിൽ അനേകരുടെ പാപങ്ങളെ പരിഹരിച്ചു. പാപികളെ സ്നേഹിച്ച ദൈവമാണ് യേശു ക്രിസ്തു. ഒരിക്കലും പാപികളെ, ദുഷ്ടന്മാരെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞില്ല. അതുപോലുള്ള പാപികളെ പാപരഹിതരാക്കി അവരുടെ പാപം ക്ഷമിച്ചു, അവരുടെ പാപത്തിൽ നിന്ന് വിടുവിച്ചു. നല്ല ഒരു ജീവിതം ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് അവരെ സഹായിച്ചു. രോഗികളായവർക്ക് സൗഖ്യം തന്നു. മരിച്ച ലാസറുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അങ്ങനെ അനേക അത്ഭുതങ്ങൾ ചെയ്ത യേശുവിനെയാണ് ഞങ്ങൾ ഇവിടെ ഉയർത്തുന്നത്. ഹല്ലേലൂയ. എത്രയോ ഭാരങ്ങൾ നിങ്ങൾക്കുണ്ടാകാതിരിക്കും. കടഭാരം, രോഗത്തിന്റെ ഭാരം, പാപത്തിന്റെ ഭാരം, ഇതിൽ നിന്നെല്ലാം വിടുവിക്കുന്ന സർവശക്തനായ യേശുവിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാനായിട്ട് ഞങ്ങളിവിടെ കടന്നു വന്നിരിക്കുന്നു. മനുഷ്യന്റെ കൈപ്പണിയായ ഒരു കാര്യത്തിലും ദൈവം അധിവസിക്കുന്നില്ല. ഹല്ലേലൂയ. മനുഷ്യന്റെ ഹൃദയത്തിലാണ് ദൈവം അധിവസിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ഹൃദയത്തെ തുടർന്നാൽ തീർച്ചയായിട്ടും സർവശക്തനായ ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ കടന്നു വരും. കർത്താവ് പറഞ്ഞു, വാതിൽക്കൽ നിന്ന് ഞാൻ മുട്ടുന്നു, ഒരുവൻ എൻ്റെ ശബ്ദം കേട്ട് കതക് തുറന്നാൽ ഞാൻ അവൻ്റെ ഉള്ളത്തിൽ ഹൃദയത്തിൽ വന്ന് ഞാൻ അവനോടും അവൻ എന്നോടും എന്നേക്കും അധിവസിക്കുമെന്ന് പറഞ്ഞു. ആകയാൽ നിങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണം. സർവശക്തനായ ദൈവം ഈ പാപം നിറഞ്ഞ ലോകത്തിൽ വന്ന് കഷ്ടങ്ങളും ദുഃഖങ്ങളും അനുഭവിച്ചു. ഈ ദുഷ്ടന്മാരായ ലോക മനുഷ്യർ സർവശക്തനായ ദൈവത്തിന് എത്രയോ കഷ്ടങ്ങളും പരിഹാസങ്ങളും നിന്ദകളും അപമാനങ്ങളും എല്ലാം കൊടുത്തു. എന്നാൽ സ്വർഗം തുറന്ന് മനുഷ്യനെ തേടി വന്ന കർത്താവ് അതിൽ നിന്നൊന്നും പിന്മാറിയില്ല. എല്ലാം സഹിച്ചു, സകലവും സഹിച്ചു, സകലവും ഏറ്റെടുത്തു. അതെല്ലാം എനിക്കും നിങ്ങൾക്കും ഹല്ലേലൂയ സ്വർഗരാജ്യത്തിൽ നിത്യജീവൻ നൽകുവാനാണ് കർത്താവ് അങ്ങനെ ചെയ്തത്. ആകയാൽ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് എന്നേക്കും ജീവിക്കണമെന്നുള്ളത്. ഈ ലോകത്തിൽ പാപം നിമിത്തം നമ്മുടെ ഈ ശരീരം മരണപ്പെട്ടാലും നമ്മുടെ ആത്മാവ് കർത്താവിനെ ഏറ്റെടുത്തുവെങ്കിൽ എന്നേക്കുമായി കർത്താവിനോട് കൂടെ ജീവിക്കുവാൻ സ്വർഗം നമുക്ക് തുറന്നിരിക്കുന്നു. ആകയാൽ ഹല്ലേലൂയ കാലം സമീപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ ലോകം അതിന്റെ അന്ത്യത്തോടെ അടുത്തു വരികയാണ്. ഹല്ലേലൂയ നമുക്കറിയാം ഈ ലോകത്തിലെ ദുഷ്ടത വർദ്ധിച്ചു വരികയാണ്. ഈ ദുഷ്ടത വർദ്ധിച്ചു വരുന്ന നാളുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മള് സർവശക്തനായ ദൈവത്തെ അറിയുകയും നമ്മുടെ ഹൃദയത്തെ കർത്താവിന് വേണ്ടി തുറന്നു കൊടുക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു നിത്യമായ ജീവിതം സ്വർഗരാജ്യത്തില് കഷ്ടങ്ങളില്ലാത്ത, കണ്ണുനീരില്ലാത്ത, മരണമില്ലാത്ത, രോഗമില്ലാത്ത ഒരു നിത്യരാജ്യത്തിൽ ദൈവത്തോടുകൂടെ നമുക്ക് ജീവിക്കാം. ഞങ്ങളോട് കർത്താവ് പറഞ്ഞത് ഈ ഭൂമി എങ്ങ് നിങ്ങൾ കടന്നുപോയി സർവ സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കുക എന്ന് പറഞ്ഞ കൽപ്പന ഞങ്ങൾ ശിരസാൽ വഹിച്ച് കർത്താവിൻ്റെ കൽപ്പന പ്രകാരം കർത്താവിൻ്റെ സ്നേഹത്തിന്, കർത്താവിൻ്റെ വാഗ്ദത്തത്തെ നിങ്ങൾക്ക് അറിയിക്കുവാനായിട്ടാണ് ഞങ്ങൾ ഇന്ന് രാവിലെ കടന്നു വന്നത്. നിങ്ങളെല്ലാവരും ഈ മഹാവല്യ ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കുവാൻ നിങ്ങളെ തന്നെ സമർപ്പിച്ച് നിങ്ങളുടെ എല്ലാ പാപ വഴികളെയും ദൈവത്തോട് ഏറ്റുപറഞ്ഞ് അതിനെല്ലാത്തിനും വേണ്ടിയുള്ള ശിക്ഷ കർത്താവ് ക്രൂശിന്മേൽ വഹിച്ചു എന്ന് വിശ്വസിച്ച് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ജീവനോടെ എഴുന്നേറ്റു സ്വർഗത്തിൽ ഇപ്പോഴുണ്ടെന്നുള്ളത് വിശ്വസിച്ചാൽ നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കാം. ഈ ദൂത് നിങ്ങൾക്ക് അറിയിച്ചുകൊണ്ട് ഞാൻ ദൈവനാമ മഹത്വത്തിനായി നിങ്ങളെ അതിനുവേണ്ടി സ്നേഹത്തോടെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു.